സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരിപ്പാടം എന്ന നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ ഇത് തീർച്ചയായിട്ടും ഒരു ഉത്സവത്തിന്റെ ഒരു മൂടാണ്. ഈ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം ഇതിന് വലിയ റീസൺ അതെന്താണ്, അവിടെയാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഈ സാംസ്കാരിക നിലയിൽ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാടിന്റെ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്ന രാജാവ് ശ്രീ പി. രാജഗുരുവിനെ ഇന്ന് ഈ നാടിനെ സമ്മേളിക്കുവാൻ പോവുകയാണ്. സഭയുടെ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ആദ്യം കേരള കോൺഗ്രസിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോസച്ചാരിയെ കാര്യങ്ങളുമായ സന്തോഷപൂർവ്വം നമ്മുടെ എല്ലാവരുടെ അഭിമാനമായി മാറിയിരുന്ന നമ്മുടെ സഹോദരൻ പി. കെ. രാജഗുരുവിനെ ഇവിടെ എത്തുന്ന പറയുന്ന നമ്മുടെ മുൻ വൈദ്യുതി മുനിസിപ്പൽ ചെയർമാനായിരുന്ന പി. കെ. ഹരിമാൻ, നമ്മുടെ നമ്മുടെ ഇന്ത്യൻ വോളിബോൾ രംഗത്ത് അത്ഭുതം സൃഷ്ടിച്ച നമ്മുടെ അയൽവാസിയായ അതുപോലെ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബംഗളൂരിലെ പ്രിയപ്പെട്ട ആർ. മുഹമ്മദ്, തലമുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൻ, സുകന്യാസന്മാരെ മറന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി ഞാൻ 2020 വെള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ നമ്മൾ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ആരാധനയിൽ നമ്മുടെ നമ്മൾ നേരിട്ട് കാണണം. ഏത് ഒന്നാം മതി നമുക്ക് സംസാരിക്കണം. അത് ഞങ്ങൾ സംസാരത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര സ്ഥലം ഒരുപാട് കിടക്കുന്നുണ്ട്. അത് ഞാൻ വീടിക്കാൻ സ്ഥലത്തുണ്ട്. അതിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ പകൽവേളം കൊടുത്ത് പ്രാർത്ഥനപാടി ഉൾപ്പെടെ എനിക്ക് തുടങ്ങുന്ന ആലോചനയുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങി ആ ചിന്തകൾ അത് വന്നു അതിന്റെ കൂടെ ഇതാണ് നല്ല ജനങ്ങളുടെ സഹകരണം നമുക്ക് ഉൾപ്പെടെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്ന നമ്മുടെ രീതി നമ്മുടെ പരിശ്രമം അകപഴിച്ച സഹകരണം ഇതെല്ലാം ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സാമാന്യ കെട്ടിപ്പിടിക്കുവാൻ സാധിക്കും. നമുക്കറിയാം 1.5 1.5 ഈ കെട്ടുൾപ്പെടെ ഒരു വോളിബോൾ ടൂർണമെന്റ് അതുപോലെ ഇവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഔട്ട്ഡോർ ഒരു ബാസ്കറ്റ്ബോൾ ഇതെല്ലാ പാട്ടങ്ങൾവാടി ഉൾപ്പെടെ ഇവിടെ എല്ലാ സംഘാടനവും ഈ കരിപ്പാടം ഈ പ്രാന്തപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ഈ സംസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നമുക്ക് ജനങ്ങളായി കരിപ്പാടത്തിന് മാനന്തമെന്ന് പറയാം. ഈ നടന്ന ഈ കളി
ഞാൻ നമുക്ക് ലഭിച്ചു വെച്ച സമയം സംസ്ഥാനത്തെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ കടകളിൽ നടത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് എന്റെ ശക്തി, എന്റെ ദൈവം നിങ്ങളാണ്.
എനിക്ക് കരിപ്പാണെന്നുള്ള ഒരൊറ്റയാണ്. ലോകത്ത് മനുഷ്യനെ ഇത്രയും ഉപദ്രവിക്കാൻ ഒരു പ്രദേശത്തിന്റെ ആ വികസനം എത്തിക്കാൻ ഒരാളെ കൊണ്ട് പറ്റുമോ എന്ന് സംശയിച്ചു പോകുന്നതാണ് ഞാൻ കേട്ടത്. പക്ഷെ പിന്നീട് അടുത്ത കാലത്ത് രാജശേഖരനെ പറ്റിയപ്പോഴത്തേക്ക് മനസ്സിലായി കരിപ്പാടക്കാർ ഇത്ര നല്ല ഹൃദയമുള്ളതാണ്, ഇത്ര നല്ല മനുഷ്യരാണ്. അപ്പോ ഈ നാടിനെ കുറിച്ചുള്ള ധാരണ മാറ്റുന്ന രാജശേഖരൻ ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. മനുഷ്യർക്ക് ലോകം കൂടെ സഞ്ചരിച്ചാലും ലോകം കൂടെ സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ നാടിനെയും കൃത്യമായി അഭിവൃദ്ധിക്കാൻ കഴിയുന്നില്ല. നമ്മൾ കാണുന്ന വാസ്തവം എന്നൊക്കെയുള്ള പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു രാജശേഖരൻ. നമ്മൾ കുറെ കാലം കേരളം ലോകത്തിന് വലിയ അഭിമാനത്തോടെ അവതരിപ്പിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധ ഊന്നിയിരുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറകളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തിയെടുത്ത് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള പൗരന്മാരാക്കി മാറ്റുന്നത്. ലോകത്തിലെ ഏത് രാജ്യത്തേക്കും കയറ്റിവിടാൻ കഴിയുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സ്, മാനവ വിഭവശേഷി നമ്മൾ ആർജിച്ചു. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് കണക്കെടുക്കുമ്പോൾ കാണുന്നത് ഏതാണ്ട് 160ഓളം രാജ്യങ്ങളിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ആഘോഷിച്ചുകൊണ്ട് അർത്ഥമില്ല. അവർക്ക് അവരുടെ മാത്രമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അവർക്ക് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കാൻ ആവശ്യത്തിന് പണം വേണമെന്നുണ്ട്. അത് ഈ നാട് കൊടുക്കുന്നില്ലെങ്കിൽ ഏത് നാട്ടിൽ പോയി ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അവിടെ മാതാപിതാക്കളെ മനസ്സിലാക്കുമ്പോൾ സാധ്യമല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോടെ സൂക്ഷ്മം കണ്ടെത്താൻ വേണ്ടത്. ഇപ്പോഴും വൃദ്ധസദനങ്ങളെ വാർദ്ധക്യകാലത്തെ പരിചരണങ്ങളെ പരിഹസിക്കുന്ന മനോഭാവമാനായി മാറ്റണം. നമുക്കൊന്നും ചെയ്യാനുള്ള സ്ഥലങ്ങൾ വേണം. എനിക്കും നാളെ ആദ്യമുണ്ടാവും. അന്ന് ഞാൻ എന്റെ മക്കളെ പരിഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കതിനു വേണ്ടി ഇങ്ങനെ ഞാൻ പദ്ധതികൾ ആവിഷ്കരിക്കണം. അതിനുവേണ്ട സ്ഥാപനങ്ങൾ നമുക്കുണ്ടാവാം. കൂട്ടായി പ്രായം വർദ്ധിക്കുമ്പോഴും കൂട്ടായ്മകളുണ്ടായി അവർ ഒത്തുചേർന്ന് അവരുടെ ആശയങ്ങളൊക്കെ പങ്കുവെക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അതിനുവേണ്ടി ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയില്ലെങ്കിൽ വലിയൊരു ദിവസത്തെ കേരളത്തിനെ യാതൊരു സംശയമില്ല. വികസിത നാടുകൾ നമുക്ക് മാതൃകകൾ എത്തുന്നുണ്ട്. അവിടെയൊക്കെ ഇത്തരം കേന്ദ്രങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഖത്തറിലൂടെ യാത്ര ചെയ്തു. ഖത്തറിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ചില ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഒരു സുലൈമാനിയോ ഒക്കെ കുടിച്ച് വീട്ടുവിശേഷം എന്നൊക്കെ പറഞ്ഞാൽ ഖത്തറൊക്കെ പറഞ്ഞ ഒരു 7 മണി വരെ ഇരിക്കും. അത് കഴിഞ്ഞ് മജ്ലിസുകളാണ്, അത്ര കേന്ദ്രങ്ങളാണ്. അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകും. അമേരിക്കയിൽ എത്ര സ്ഥലങ്ങളുണ്ട്, നഴ്സിംഗ് ഹോമുകളുണ്ട്, സംവിധാനങ്ങളെല്ലാം അങ്ങനെയുണ്ട്. എന്തിനേറെ മരണാനന്തര ചടങ്ങുകൾ പോലും നടത്താൻ മക്കളുടെ ഔദാര്യം ഇല്ലാതെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഇൻഷുറൻസ് കൊടുക്കുന്നവരെ പൈസ കൊടുത്തിരിക്കും. നിരവധി ആളുകളുണ്ട്. കരിപ്പാടത്തെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് തയ്യാറുള്ള ആളാണ് എന്നതുകൊണ്ടാണ് ആ രാജശേഖരൻ വളരെ ഹൃദയസ്പർശിയായി അദ്ദേഹത്തിന് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇത്തരം സംരംഭങ്ങൾ കേരളത്തിൽ ഓരോ ഗ്രാമത്തിലും ഓരോ പഞ്ചായത്തിലും ഉണ്ടാവുന്നുണ്ട്. ഇതിനപ്പുറമുള്ള സൗകര്യങ്ങളും ആവശ്യമാണ്. ആളുകൾ വന്ന് താമസിക്കാൻ മാത്രമല്ല, അവരുടെ ചികിത്സകൾ, അവരുടെ ആരോഗ്യ പരിപാലനം, ഇതിനെല്ലാമുള്ള പ്രായാധിക്യം കൂടുതൽ കെയർ കൊടുക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളിൽ ഉണ്ടാവുക. അതിന് ഏറ്റവും നല്ലൊരു മാതൃകയായി ഈ പ്രസ്ഥാനം വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് വലിയൊരു വിജയം തീർച്ചയായിട്ടും ആയി കഴിഞ്ഞു. കാരണം ഈ ജനസാന്നിധ്യം അതാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ വളരെ ദീർഘമായി 1 മണിക്കൂർ സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കേട്ടു. അത്ര ഞാൻ പറയാനുള്ള ആരോഗ്യമുള്ള ഒരാളല്ല. തന്നെയല്ല, 6 മണിക്ക് എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ സ്വഭാവമുള്ള ഒരു മീറ്റിംഗ്. അതുകൊണ്ടാണ്. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രാജശേഖരൻ കരിപ്പാട് നിവാസികൾക്കും ഇവിടെ ഈ നാളത്ത് ചേരാൻ പോകുന്ന ആളുകൾക്കും അവരുടെ ഇനിയുള്ള ഏറ്റവും ആഹ്ലാദകരം, ഇതുവരെയുള്ളതിനേക്കാൾ എക്സൈറ്റിംഗ് ആയ കാലമായി മാറട്ടെ, ആസ്വാദ്യമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പണ്ടുകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ പൊതു ഇടങ്ങളുടെ കുറവ്, സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന വിടവ് നമുക്ക് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാക്കാവുന്നതിനും അല്ലെങ്കിൽ പറഞ്ഞ് ധരിപ്പിക്കാവുന്നതിനും അപ്പുറമാണ് എന്നുള്ളതാണ് വാസ്തവം.
ചെയ്യാനായിരിക്കുന്നു. On stage, നമ്മുടെ സ്റ്റേറ്റിന്റെ ഇനോഗ്രേഷൻ നടത്തുവാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പോകുന്നതറിയോ? അത് നിങ്ങൾ ശ്രദ്ധയുള്ളവരാണ്. കാരണം ഇവരുടെ കയ്യില് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നടുവിലേക്ക് എറിയും. അപ്പൊ പിടിക്കുന്ന ആൾക്കാർക്ക് ആ സ്ഥലം ഇടിക്കുന്നുണ്ടോ? സന്തോഷമായില്ലേ? അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം സൈഡിലേക്കാണ് വരുന്നതിലേക്ക് അറിയുള്ളൂ. അദ്ദേഹം ചോപ്പ് ചെയ്യും അപ്പൊ എന്തെല്ലോ അദ്ദേഹം കൊണ്ടുപോകും. അപ്പൊ അതിന് മുൻപായിട്ട് ഇപ്പോ ആൾക്കാരെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യണം. മറ്റാരുമല്ല, ഇഷ്ടമാണ് അടുത്തതായ രീതിയിൽ നടക്കാൻ പോകുന്നത്. So, can I have the words in our screen? ഞാനൊരു ഗസ്റ്റായിട്ടല്ല വിളിക്കുന്നത്, ഞാൻ രാഷ്ട്രീയമായിട്ടല്ല വിളിക്കുന്നത്. ഞാൻ ഒരു ലെമോണിലാണെങ്കിൽ ഞാനൊരു കരിപ്പാടനാട്ടിൽ കൂടിയാണ്. കാരണം ജീവിതത്തിലെ വളരെ ഓടിപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയ ഒരു നാട്ടിന്റെ കരിപ്പാടം. അതിലെ വ്യക്തിബന്ധങ്ങളും കടപ്പാടുകളും അഭിനയിച്ചുള്ള ഒരു ഗ്രാമമാണ് കരിപ്പാടം. ലെമോണിൽ പോലെ തന്നെ കരിപ്പാടം. സന്തോഷത്തോടെ അദ്ദേഹമാണ് കോഴിക്കോടിന്റെ തിരിച്ചുവെച്ച് നടത്തിച്ച് കളിക്കളങ്ങളിലേക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്നും തരാത്ത പൈസ അദ്ദേഹത്തിന്റെ കൃഷിയിൽ നിന്നും തന്ന പ്രിയപ്പെട്ട നാട്ടുകാര് ഒരു നീണ്ട പ്രസംഗത്തിലേക്ക് ഒരു പ്രസംഗിയില്ലാത്ത സമയമാണ്. രാജശേഖരനെ പറ്റി രണ്ടു വാക്ക് പറയാനില്ല. ഉണ്ടായിരുന്നത് ഏകദേശം 5 10 സമയത്താണ് രാജശേഖരൻ എന്താ പറയുക, ഒരു പുല്ല് പോലെ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കി നമ്മുടെ പുല്ലുവിന്റെ രാജശേഖരൻ നമ്മുടെ എല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഞാൻ അതൊക്കെ നമ്മുടെ യൂട്യൂബിലേക്ക് ജോലിക്കുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് പട്ടേലാണ്. അവരുടെ അമ്മയായ ശേഷം ആദ്യത്തെ കുട്ടി ഉണ്ടായ ശേഷം അദ്ദേഹം നമ്മുടെ രാഷ്ട്രപതി കളിച്ച ആദ്യം തീയതിയുടെ അപ്പൊ ആ കൈകൊടുക്കുക. പിന്നെ ചേട്ടനെ പറ്റി പറഞ്ഞാൽ എനിക്ക് നമ്മുടെ മൂലയക്കടമാണ് വാക്കുവരുന്നത്. മൂലയക്കടവിന് നമ്മൾ വണ്ണം ഒരിക്കലും കൈക്കോലോട്ട് തടയാൻ പറ്റില്ല. കാരണം അത്രയും കാലമാണ്. നമുക്ക് 10-4 കഴിക്കോലില്ലാത്തവർ എന്താണെന്ന സ്ഥലമാണ് നമ്മുടെ ഈ മൂലയക്കടവ്. പിന്നെ അത്രയും ആഴമുള്ള ഒരു മനുഷ്യൻ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജശേഖരൻ. അതാണ് അദ്ദേഹത്തിന്റെ സമ്പാദനത്തിൽ നമ്മുടെ ഈ നാട് ഈ ചേക്കന്റെ ഭാഷയിൽ പറഞ്ഞാൽ കളിപ്പാടമാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് 100 മാധ്യമങ്ങൾ കൂടാതെ ഒത്തിരി പ്രിയപ്പെട്ടതും ബഹുമാനപ്പെട്ട ആൾക്കാരുടെ ഓരോരുത്തരെയും പേര് പറയില്ല. എല്ലാവരും നന്ദി നമസ്കാരം. ഞാൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലിരിക്കുന്ന ശിഷ്യർക്ക് വേദിയിലുള്ള
ഇല്ലാതാക്കുകയാണ്. ആദ്യമായി അവസരത്തില് ഇവിടെ വരാൻ സാധിച്ചത് സന്തോഷമേ അറിയിച്ചു. പിന്നെ ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വേണ്ട ദിവസം ഞാൻ എന്റെ ജീവിതത്തിലെ ഇടപെട്ടാക്കിയ ഒരു കോവിഡിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പൊളിറ്റിക്കലാണ് വീട്ടിലെ നാട്ടിലുള്ള എല്ലാം കാര്യം. ഇത് കഴിഞ്ഞ് ഞങ്ങള് സ്കൂളിൽ പോയി അതിന് ഞാൻ ക്രിക്കറ്റ് കളിച്ചു കൊടുക്കും. എല്ലാ അവസരങ്ങളും ഫുട്ബോൾ അപ്പൊ നമ്മളിപ്പോ ഞങ്ങളുടെ സ്കൂളിലുള്ള പോലെ ഒരു മൺകോട്ട് ഉണ്ടായിരുന്നു. ഒരു ബാസ്കറ്റ് മുഴുവനായിട്ടില്ല, അന്ന് കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു റിംഗിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുക, കുട്ടി ഉണ്ടാവുക, ഇതിനുശേഷം നമ്മള് പൂർണ്ണമായി സ്പോർട്സ് ഫീൽഡൊക്കെ വീട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നത് സമ്പ്രദായമാണ് കണ്ടത്. എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലാണ് ആവുന്നത്. നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ ഫാമിലിയിൽ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല, മാക്സിമം നമുക്ക് എന്താണ് കഴിവുള്ളത് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി പ്രയോജനപ്പെടുത്തുക. നേതൃത്വത്തിലൂടെ കുട്ടികൾക്ക് കലാ പ്രവർത്തനങ്ങളിൽ കായിക മേഖലയിൽ വളരുവാനുള്ള ഒരു ഭൗതിക സാഹചര്യം ഈ സ്ഥാപനം കൈമാറുന്നതോടൊപ്പം തന്നെ ഏറ്റവും മുതിർന്ന ഒരാഴ്ച പോലെ മുദ്ദേശമാർക്കും ഒത്തുകൂടുവാനും അവർക്ക് അവരുടെ സമയം വിലയിരുത്തുവാൻ കഴിയുന്ന ഒരു വയോജന ഇവിടെ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ടീച്ചറിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇത്തരം ഒരു ആശയം എല്ലാ വർഷം അല്ലെങ്കിൽ പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ നിലയിൽ എന്റെ പഞ്ചായത്തിൽ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം ആരംഭിക്കുവാൻ നാടിനെ സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. സാധാരണഗതിയിൽ ഞങ്ങളുടെ സ്വത്തിന്റെ അല്ലെങ്കിൽ സ്വത്ത് വർദ്ധിപ്പിക്കുക എന്ന നമ്മുടെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഒരു ചിന്താനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ തന്റെ സ്വത്തിന്റെ അല്ലെങ്കിൽ തന്റെ സമ്പാദത്തിന്റെ ഒരു ഭാഗം ഈ നാടിന് വേണ്ടി ചിലവഴിക്കുക, അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നിലയിൽ അതിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു നല്ല മനസ്സിലുള്ള വ്യക്തിയെ ചേർന്നതാണ് എന്നുള്ളത് തന്നെ. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി വിശദീകരിക്കുവാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തെ അറിയുകയും അദ്ദേഹത്തെ സ്നേഹിക്കുകയുമാണ് നാട്ടുകാരാണ് വാക്കുകൾ പറയുന്നതിൽ വളരെ അധിക പ്രശ്നമാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം കേൾക്കുകയില്ല. ഈ ഇവരുടെ തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് ഉൾഭാഗങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ചേർന്ന് നിൽക്കുന്നവരോ ഇനിയും ഈ നാടിന്റെ പുരോഗതിക്കും ഈ നാടിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനം സമർപ്പിച്ച അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് ഒരിക്കലും കൂടി നന്ദി സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, തന്നെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മനോഹരവും സന്തോഷകരവുമായ ഒരു വന്നു വേണ്ടത് സന്തോഷമുണ്ട്. സാർവജനികമായ ഈശ്വരൻ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനും ഫാമിലിക്കും നമ്മുടെ ഈ കഴിപ്പാട് മാത്രമല്ല വെള്ളൂരും നരേന്ദ്രവും ഇത് കാണുന്ന കേരളം മുഴുവനും കേരള ജനത മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലും അദ്ദേഹം ഫാമിലിയിൽ ഉണ്ടാവും. ഈശ്വരൻ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഈ സമൂഹത്തിന് വേണ്ടി വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തനായ ഈശ്വരൻ ആയുസ് ആരോഗ്യവും നൽകുമാറാട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുക്കുന്നു. നന്ദി, നമസ്കാരം.